തിരുവള്ളൂർ പഞ്ചായത്തിലെ പുത്തൂർ പാടശേഖര സമിതിയുടെ കീഴിലുള്ള പാത്തിക്കുഴി ഭാഗത്താണുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ യുവ കർഷകരായിട്ടുള്ള വഹാബും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ട് കഴിഞ്ഞ വർഷം ഒരു ട്രയലായിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. തവണ അത് കുറച്ചും കൂടി വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഒരു 3 ഏക്കറോളം സ്ഥലത്ത് ഒരു ഏകദേശം 3 വെറൈറ്റീസ് ഈ വയലില് പിന്നെ വാഴ, കപ്പ, നെല്ല് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു മാറ്റം വേണമെന്നുള്ള ഒരു ഉദ്ദേശിച്ചിട്ട് ഞങ്ങളൊരു തണ്ണിമത്തൻ, വത്തക്ക ഒരു കൃഷി ചെറുതായിട്ടൊന്ന് കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങി. സാധാ വത്തക്ക ഉണ്ട്, പിന്നെ മഞ്ഞ വത്തക്ക ഉണ്ട്, പിന്നെ ഇറാനി വത്തക്ക ഉണ്ട്. എല്ലാവരും കൂടി കൂട്ടായ്മയായിട്ടും തീരുമാനിച്ച് തുടങ്ങിയതാണ് ഈ വത്തക്ക തോട്ടം. കഴിഞ്ഞ പ്രാവശ്യം കുറച്ചൊരു 10-25 സെന്റായിട്ട് തുടങ്ങിയിരുന്നു. ഒരു 3 ഏക്കറിന്റെ അടുത്ത് ഇനി ചെയ്തു. നമ്മുടെ കൃഷി വകുപ്പിന്റെ അതുപോലെ നമ്മുടെ പഞ്ചായത്തിന്റെ ഒക്കെ പച്ചക്കറി വികസന പദ്ധതിയിലൊക്കെ നമുക്ക് പരമാവധി ആനുകൂല്യങ്ങൾ ഈ മൾച്ചിങ്ങും പിന്നെ അതിനോടൊപ്പം തന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ, ഫെർട്ടിഗേഷന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു സബ്സിഡി എന്ന പോലെ നമ്മൾ ചെറുതാണെങ്കിൽ ഒരു ചെറിയൊരു സബ്സിഡി നമ്മുടെ കൃഷി വകുപ്പിന്റെ കീഴിൽ നിന്ന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഇതുപോലെയുള്ള ചെറുപ്പക്കാർ ഇത് നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളും അതായത് പഞ്ചായത്തിലൊക്കെ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ഇതുപോലെയുള്ള കൃഷി രീതിയിലേക്കൊക്കെ കടന്നു വരട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വിളവെടുപ്പ് ഉദ്ഘാടനത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നമ്മൾക്ക് ഭയങ്കര സന്തോഷമായി. പുത്തൂപ്പാടത്ത് വത്തക്ക ആയി മാറിയതുകൊണ്ടാണ്. അത് ആദ്യത്തെ ഒരു സംരംഭം എന്നുള്ള നിലയ്ക്ക് മുസ്തഫ, ബൈസ, വഹാബ്, സലീം ഈ 4 കർഷകർ വിവിധ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഈ മേഖലയ്ക്ക് വന്നു ചേർന്നതിൽ നമ്മളെ പാടത്തിന് ജീവൻ വെപ്പിക്കാൻ ഇവർക്ക് സാധ്യമായില്ല. രണ്ടാമത്തെ കാര്യം, ചെറുപ്പക്കാർക്ക് ഇതിലേക്ക് വരാനുള്ള ഒരു ആവേശം ഇവരുണ്ടാക്കിയെന്നുള്ളതാണ്. അന്ന് ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെ വത്തക്കൻ്റെ കാര്യം എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ചില ആൾക്കാർക്ക് നമുക്ക് ഇനി വേറുള്ളവർക്കും തുടങ്ങിക്കൂടാ എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ അതൊരു പ്രചോദനമാണ്. ആ പ്രചോദനത്തിനാണ് ഇവരെ ഞാൻ ആദ്യം അഭിനന്ദിക്കുന്നത്. ഇതുപോലെയുള്ള കർഷകരെ നമ്മുടെ നാട്ടിൽ പഞ്ചായത്തിൽ വിവിധ ഭാഗങ്ങളിൽ ഇത് പ്രചോദനമാക്കി കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമായ പുതിയ പ്രോജക്റ്റുകളൊക്കെ ഞങ്ങൾ പഞ്ചായത്തിൽ സമർപ്പിക്കുകയും പഞ്ചായത്ത് അത് അംഗീകരിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് നമുക്ക് പോകണം. നല്ല വിജയം കാണാനും കഴിയുന്നുണ്ട്. എൻ്റെ ഇതായിട്ട് തന്നെ ഈ പ്രാവശ്യം രണ്ടാമത് ഒരു 4 പേര് കൂടിയിട്ടാണ്. പിന്നെ വിളവെടുപ്പ് വളരെ ഉഷാറായിട്ട് നടന്നായിരുന്നു. ഈ പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെ വിജയകരമായിട്ട് ഇവരായ കാര്യം കൊണ്ട് മുന്നോട്ട് വന്ന് ഇപ്പോൾ അവർ താല്പര്യത്തിലാണ്, വളരെയേറെ താല്പര്യത്തിലാണ്. ഇത് കണ്ടിട്ട് ഇനിയും ആളുകൾ മുന്നോട്ട് വരട്ടെ എന്ന് ഒരു അഭ്യർത്ഥന എനിക്കുണ്ട് എന്ന് പറയുന്നത്. എന്താ വയസ്സാ മുതിർന്ന കർഷകനാണ്. ഈ പാർട്ടിന്റെ സകല ഇതും അറിയുന്ന ആളാണ്. എന്നാലും 4 കർഷകരെ അതിൽ മുന്നോട്ട് വന്നതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് വിളവെടുപ്പിന് കൃഷിയിൽ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കും. എല്ലാവരും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.